നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്നൊരു പൊതുവികാരമായി. ഇവിടെ നടക്കുകയില്ല എന്ന് കരുതിയ ഒട്ടേറെ പദ്ധതികൾ, എന്നാൽ അതൊക്കെ പഴയ ഓർമ്മയായി മാറിക്കഴിഞ്ഞു. ഒരു 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഓർത്തു നോക്കിയാൽ പലർക്കും ആ കാലത്തെക്കുറിച്ച് ഓർമ്മ വരാനിടയുണ്ട്. അന്ന് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്നൊരു പൊതുവികാരമായിരുന്നു. ഇവിടെ നടക്കുകയില്ല എന്ന് കരുതിയ ഒട്ടേറെ പദ്ധതികൾ, എന്നാൽ അതൊക്കെ പഴയ ഓർമ്മയായി മാറിക്കഴിഞ്ഞു. ഇന്നവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും. ആ യാഥാർത്ഥ്യമായത് ഒരു സ്വാഭാവിക പ്രക്രിയയല്ല. 2016 മുൻപ് ഇത്തരമൊരു പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയതും യാദൃശ്ചികമല്ല. ഇത് വ്യക്തമായ നയത്തിൻ്റെ ഭാഗമായി വരുന്ന നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി വരുന്നു. ആ പ്രതിബദ്ധത വേണ്ടതിലുമധികം LDF സർക്കാരിന് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊന്നും ബാധിക്കാതെ തന്നെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്താണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ നന്മയുമാണ്. ജനങ്ങൾക്കാണ് അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത്.